എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനൊരു അവസരം തന്ന കോട്ടയം പ്രസ് ക്ലബിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. ഇവിടെ രണ്ട് മുന്നണികളും അവരുടെ അവകാശവാദങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളുമൊക്കെയായി രംഗത്ത് വന്നിരിക്കുന്നത് നാം എല്ലാവരും കണ്ടു. ഈ തെരഞ്ഞെടുപ്പില് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ അദ്ദേഹം പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി. ആ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ NDA നേരിടാൻ വേണ്ടി പോകുന്നത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇനി അധികാരം കിട്ടിയാൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എന്തെങ്കിലും തരുമെന്നുള്ളതല്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ, അതിന്റെ ഗുണഭോക്താക്കള്, അവരെയെല്ലാം കാണിച്ചു തന്നുകൊണ്ട് അവർക്ക് കൂടുതൽ പദ്ധതികൾ അവരിലേക്ക് എത്തിക്കും. ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികൾ സാധാരണക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 10 വർഷക്കാലത്തെ മോഡി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ മതേതരത്വത്തെ പറ്റിയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെ പറ്റിയും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ സമയക്കുറവ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് പോകുന്നത്, ഞാൻ ഡയറക്റ്റ് പോയിന്റിലേക്ക് വരാം. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 25 കോടി ഭാരതീയരെ ദാരിദ്ര്യ മുക്തരാക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. മതേതരത്വം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഒരു രാജ്യത്തെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ആ പദ്ധതിയുടെ ഗുണങ്ങള് രാജ്യത്തെ രാഷ്ട്രീയവും ജാതിയും മതത്തിനും അപ്പുറം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ അതിനെയാണ് യഥാർത്ഥ മതേതരത്വം എന്ന് കാണേണ്ടത്. അല്ലാതെ മാധ്യമങ്ങളുടെ മുന്നില്, പൊതുസമൂഹത്തിന്റെ മുമ്പില് ക്രിസ്ത്യൻ എന്നും മുസ്ലിം എന്നും ഹിന്ദു എന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് ആ പ്രസംഗങ്ങൾ മാത്രമായി ഒരു കാലഘട്ടം കഴിച്ചു കൂട്ടുന്നത് മതേതരത്വം എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായിട്ട് നിൽക്കുന്നതിന്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലം എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ അധികാരത്തിലിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ഗവൺമെന്റുകൾ ആസാമിലും അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നത്? ഇതിനു മുമ്പ് ഇരുന്ന ഗവൺമെന്റുകൾക്ക് എന്തേ അവിടുത്തെ ജനങ്ങൾ അവസരം കൊടുക്കാത്തത് എന്ന് പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശിലും ആസാമിലുമൊക്കെ അവിടുത്തെ ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് അവർ വിചാരിച്ചിരുന്ന മാറ്റങ്ങൾ അവരുടെ ഗ്രാമങ്ങളിൽ വന്നു. അതവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ആ മാറ്റത്തിന് അനുകൂലമായിട്ട് അവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത്. അവരിപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ റോഡുകൾ വികസിക്കുന്നു, അവിടുത്തെ ഗ്രാമങ്ങളിലെ വൈദ്യുതി എത്തുന്നു, അവിടുത്തെ വീടുകളില് എല്ലാം ശുദ്ധജലം എത്തുന്നു, ഗ്രാമീണ മേഖലകള് വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു, സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നു, സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, മുദ്രാ ലോണുകൾ വഴി ചെറുപ്പക്കാർക്ക് ആ പ്രദേശങ്ങളിൽ കച്ചവടം നടത്താൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ 100 മാറ്റങ്ങൾ ആ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് കാണാൻ സാധിച്ചത് കൊണ്ടാണ് ആ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതും ഇന്ന് ഈ രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് ഏറ്റവും ഒടുവിൽ സഭയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ്. ഖാർഗെ തുറന്നു സമ്മതിച്ചു. അതിനു മുമ്പ് AICCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ബഹുമാനായിട്ടുള്ള ശ്രീ ശശി തരൂര് അദ്ദേഹത്തിന്റെ മുമ്പില് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു സംശയവുമില്ലാതെ അദ്ദേഹം മറുപടി പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയാകുന്നത്, അദ്ദേഹത്തിന് പകരം വെക്കാൻ ആളില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസും CPM-ഉം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ എല്ലാ ജനങ്ങളും BJP അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് INDA മുന്നണി, ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ആദ്യ യോഗം നടന്നത് നിതീഷ് കുമാറിന്റെ വീട്ടിലാണ്. ഇന്ന് നിതീഷ് കുമാർ ഏത് മുന്നണിക്കൊപ്പമാണ് നിൽക്കുന്നത്? നിതീഷ് കുമാറിന്റെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നിതീഷ് കുമാറിനെ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചു. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് നിന്നാൽ മാത്രമേ
എന്റെ സംസ്ഥാനത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് അദ്ദേഹം ഈ ഇന്ത്യ മുന്നണി വിട്ടിട്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട്. കർഷക സമരത്തെ പറ്റി പറഞ്ഞു. കർഷക സമരത്തിന് കേരളത്തിൽ നിന്നൊക്കെ ആളുകൾ പോയിരുന്നു. കർഷക സമരം ഏറ്റവും കൊടുമ്പിരി കൊണ്ടുനിന്ന സമയത്താണ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഉത്തർപ്രദേശിന്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP അധികാരത്തിൽ നിന്ന് പോകും, നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വിധിയെടുത്ത് ഉത്തർപ്രദേശിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്? ഉത്തർപ്രദേശിന്റെ ഭരണം വീണ്ടും BJPയുടെ കൈകളിലേക്ക് വരുന്നത് നാം എല്ലാവരും കണ്ടു. അതിന്റെ കാരണം എന്താണ്? ഉത്തർപ്രദേശിലെ കർഷകർക്കറിയാം, ഈ രാജ്യത്തെ കർഷകർക്കറിയാം, അവരുടെ കൃഷിഭൂമിയിൽ വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് എന്ന്. ഇവിടെ ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് ചോദിച്ചു, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം പോയിട്ട് 15,000 രൂപ വന്നിട്ടില്ല എന്ന്. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് എനിക്ക് പറയാനുള്ളത്, ബാങ്ക് അക്കൗണ്ടിൽ 15,000 അല്ല 30,000 രൂപ വന്നിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയിലൂടെ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എന്റെ പല മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും അവരുടെ കുടുംബങ്ങളിൽ പോലും ആ പണം ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി 80 കോടിയിലധികം ഇന്ത്യക്കാർക്കാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചത്. 51 കോടിയിലധികം സാധാരണക്കാർക്ക് ജൻധൻ അക്കൗണ്ട് വഴി ബാങ്കിംഗ് സൗകര്യം ഈ ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കി. 2014 മുതൽ മോദി സർക്കാർ അഴിമതിരഹിത ഭാരതം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് 4.2 ലക്ഷത്തിലധികം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചു കൊടുത്തു. 10 കോടിയിലധികം ജനങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ, 11 കോടി ശൗചാലയങ്ങൾ, ഈ രാജ്യത്ത് 3.5 കോടി ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം 37 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. മുദ്രാ യോജന പദ്ധതി പ്രകാരം 40 കോടി വായ്പയുടെ ഗുണഭോക്താക്കളെ ഈ രാജ്യത്ത് സൃഷ്ടിച്ചു. അതിനകത്ത് അധികവും സ്ത്രീകളാണ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് ആളുകൾക്ക് അത്തരത്തില് നേട്ടമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. PM സ്വനിധി പദ്ധതിയിലൂടെ തെരുവോര കച്ചവടക്കാർക്ക് പണം ലഭ്യമാക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. മോദി സർക്കാരിന്റെ കീഴിലെ രാജ്യത്തിന്റെ ദേശീയപാത വികസനം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 1947 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ചതിന്റെ ഇരട്ടി ദേശീയപാത വികസനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. റെയിൽവേ വികസനം ഈ 10 വർഷക്കാലം കൊണ്ട് 30,000 കിലോമീറ്ററാണ് റെയിൽവേ ലൈൻ ഇലക്ട്രിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചത്. 1528 റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം നവീകരിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് 490 പുതിയ സർവകലാശാലകള്, 7 IIT-കള്, 7 IIM-കള്, 15 എയിംസുകള്, 225 മെഡിക്കൽ കോളേജുകള് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ജനകീയ വികാരം ഈ രാജ്യത്താകമാനം നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മളത് നേരിട്ട് മനസ്സിലാക്കിയതാണ്. ഞാൻ പറയുന്ന സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിന്റെ കാഴ്ചയ്ക്ക് ഒന്നുമില്ല. ഇന്നത്തെ പത്ര മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. നരേന്ദ്രമോദി സർക്കാർ 29 രൂപയ്ക്ക് ഭാരത് അരി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ താഴെ തന്നെ മറ്റൊരു വാർത്തയുണ്ട്. സപ്ലൈകോയ്ക്ക് പണം ലഭ്യമാക്കാത്തത് കൊണ്ട് വിലക്കയറ്റം ഉണ്ടാകാൻ പോകുന്നു, കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന് പറയുന്നു. 2, പൊതുമേഖലാ സ്ഥാപനങ്ങള് പൂട്ടാൻ പോകുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയ സമരങ്ങളും അതിനു വേണ്ടിയിട്ട് നടത്തിയ പ്രഖ്യാപനങ്ങളും എല്ലാം ഇവിടെ കണ്ടതാണ്. പൊതുമേഖലാ സ്ഥാപനത്തെ ലാഭത്തിലാക്കിക്കൊണ്ട് അവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. പകരം അത് അടച്ചുപൂട്ടാൻ വേണ്ടി പോകുന്നു. അതാണ് കേരളത്തിന്റെ അവസ്ഥ. ഇന്ന് കേരളത്തിൽ ഇത്തരത്തിൽ കടമെടുത്ത് മുടിയാറായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയിരിക്കുന്നു. കേരളത്തിന് നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത പണത്തിന്റെ കണക്കുകളെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും. ഞാൻ മുഴുവൻ വായിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം പോകുമെന്ന് ഉള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഓരോ പദ്ധതികൾക്കും
തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ, സർവശിക്ഷ അഭിയാൻ ഉൾപ്പെടെ, പോഷൺ അഭിയാൻ ഉൾപ്പെടെ എത്ര കോടി രൂപയാണ് കേരളത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിരിക്കുന്നതിന്റെ വ്യക്തമായ കണക്കുകൾ എന്റെ കൈവശമുണ്ട്. വേണമെങ്കിൽ എനിക്ക് ഞാൻ തരാൻ മതി. അതുകൊണ്ട് വായിക്കാൻ പോയാൽ എന്റെ സമയം പോവും, നിങ്ങളുടെ സമയം പോവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് വായിക്കുന്നില്ലാത്തത്. അപ്പോൾ ഇത്തരം ഒരു കേരളം, ഈ കേരളത്തിന്റെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയതാരാണ്? നരേന്ദ്രമോദി സർക്കാർ. ഈ കേരളത്തിന്റെ റെയിൽവേ വികസനം യാഥാർത്ഥ്യമാക്കിയതാരാണ്? നരേന്ദ്രമോദി സർക്കാർ. ഈ കേരളത്തില് സർക്കാർ ഹോസ്പിറ്റലുകൾ NRHM പദ്ധതി പ്രകാരം അതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പണം ലഭ്യമാക്കിയിരിക്കുന്ന ആരാണ്? നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ഈ കേരളത്തിന്റെ മണ്ണിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും മതേതരത്വത്തെ പറ്റിയും രാഷ്ട്രീയ വിവേചനത്തെ പറ്റിയും പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ കൊടുക്കാത്ത പണത്തെ പറ്റിയിട്ട് ബഹുമാനപ്പെട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ കണക്ക് അത് KL ബാലഗോപാലിനോട് ഒന്നുകൂടി ചോദിക്കണം. അദ്ദേഹം 55,000 കോടി 5,000 കോടി എന്ന് പിറ്റേ ദിവസം രാവിലെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കണക്കുകളുടെ കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് തീർച്ചയില്ല. പക്ഷെ കേന്ദ്രം കൊടുത്ത കണക്കുകളുടെ കാര്യത്തെ പറ്റിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് വ്യക്തമായ ഒരു തീരുമാനമുണ്ട്. അതിന്റെ കണക്കുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ പണം കൊടുത്തില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇന്ന് നമ്മൾ കോട്ടയത്തിന്റെ പ്രസ് ക്ലബിലാണ് ഈ മീറ്റ് ദ പ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കോട്ടയം പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കേണ്ടത്. പ്രത്യേകിച്ച് MP-യുടെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു. MP-യുടെ നിരവധിയായിട്ടുള്ള ബോർഡുകളെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കോട്ടയം പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ എന്താണ് എന്ന് മാത്രം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ കോട്ടയം ജില്ലയിലെ 4,925 വീടുകളാണ് അർബൻ മേഖലകളിൽ പൂർത്തീകരിച്ചത്. റൂറൽ മേഖലയിൽ 928 വീടുകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ ഒരു വർഷം 6,000 രൂപ ലഭ്യമാക്കുന്ന 1,48,000 കർഷക കുടുംബങ്ങൾ ഈ കോട്ടയം ജില്ലയിൽ നമുക്കുണ്ട്. ഉജ്ജ്വൽ യോജന പദ്ധതിയിലൂടെ കോട്ടയം ജില്ലയില് 16,416 വനിതകൾക്ക് 2024 ജനുവരി വരെ സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തു. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഇവർക്കെല്ലാം ആ കോവിഡിന്റെ സമയത്ത് സൗജന്യമായിട്ട് ഗ്യാസ് റീഫിൽ ചെയ്ത് കൊടുക്കുകയും ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ജലജീവൻ മിഷനിലൂടെ കോട്ടയം ജില്ലയില് 1,4 ലക്ഷം വീടുകൾക്കാണ് ടാപ്പ് വാട്ടർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിരിക്കുന്നത്. ഈ ജില്ലയിലെ പല നിയോജക മണ്ഡലങ്ങളിലും കുടിവെള്ളത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഇന്ന് കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം ഏതെങ്കിലും രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ എങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ മാത്രമാണ്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഈ ജില്ലയിലെ 3.5 ലക്ഷമായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ വിതരണം ചെയ്തിരിക്കുന്നു. 3.5 ലക്ഷം ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജനയിലൂടെ 978 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നവീകരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ അമൃത് പദ്ധതിയിലൂടെ ശുദ്ധജലം എത്തിക്കാൻ 42 കോടി രൂപ കോട്ടയം മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. കുമരകം സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുമരകത്തിന്റെ ടൂറിസം വികസനം യാഥാർത്ഥ്യമാക്കുന്നു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയില് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റുമാനൂർ, കോട്ടയം കൂടാതെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകൾ, മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലുള്ള ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഒരു പിൽഗ്രിം സെന്റർ, കോട്ടയം വഴി വന്ദേ ഭാരത് ട്രെയിന്, ഏറ്റുമാനൂർ ചിങ്ങവനം ഡബിളിങ്, ഇതെല്ലാം യാഥാർത്ഥ്യമാക്കിയത് ഈ ഗവൺമെന്റാണ്. PM സ്വനിധി പദ്ധതി പ്രകാരം തെരുവോര കച്ചവടക്കാർക്ക് 2046 പേർക്കാണ് ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഇതുവരെ ആദ്യ ഗഡുവായിട്ടുള്ള ധനസഹായം ലഭ്യമാക്കിയിരിക്കുന്നത്. 2046 തെരുവോര കച്ചവടക്കാർക്ക് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ PM സ്വനിധി പദ്ധതി പ്രകാരം അവർക്ക് പണം ലഭ്യമായിട്ടുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രം നിങ്ങൾക്കെല്ലാം അറിയാം. ഈ അടുത്ത കാലത്താണ് അതിന്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിന്റെ അവകാശവാദങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ കൃത്യമായ അതിന്റെ ആ പാസ്പോർട്ട് സേവാ കേന്ദ്രം അവിടെ വന്നതിനെ പറ്റിയിട്ടുള്ള ധാരണ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പദ്ധതി പ്രകാരം 31,253 പേർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കാനും 20,116 പേർക്ക് സർട്ടിഫിക്കേഷൻ നൽകാനും ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ മാത്രം. പാലായിലെ IIIT നരേന്ദ്രമോദി സർക്കാരാണ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്.
കുറച്ചിങ്ങനെ മാറിക്കഴിഞ്ഞാൽ കോഴായിൽ സയൻസ് സിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നത് നമുക്കെല്ലാവർക്കും കാണാം. ജൻധൻ അക്കൗണ്ടിലൂടെ കോട്ടയം ജില്ലയിൽ 2,68,000 പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 60% സ്ത്രീകളാണ് ആ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തിരിക്കുന്നത്. ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ സൗജന്യ റേഷൻ ലഭിക്കുന്ന 7,89,406 പേർക്ക് ഈ ജില്ലയില് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം സൗജന്യ റേഷൻ ലഭ്യമാക്കുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദന പദ്ധതി പ്രകാരം 6,000 രൂപ ഗർഭിണികൾക്ക് ഗർഭകാലത്ത് 6,000 രൂപ ലഭ്യമാക്കുന്നുണ്ട് അംഗൻവാടികൾ വഴി. സുരക്ഷാ ബീമാ യോജനയിലൂടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സമയത്തെ പറ്റി പറഞ്ഞു. ഞാൻ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതൊക്കെ ഈ ജില്ലയിൽ നടപ്പിലാക്കിയ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികളാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഈ പദ്ധതികൾ നടപ്പിലാക്കിയതിൽ ഗുണഭോക്താക്കളുടെ പേര് വിവരങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. അതിൻ്റെ അകത്ത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അതാണ് യഥാർത്ഥ മതേതരത്വമെന്ന് BJPയും NDAയും വിശ്വസിക്കുന്നു. അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുന്നിൽ വരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയ ഈ പദ്ധതികൾ, അതിനു മുമ്പ് ഈ രാജ്യത്ത് UPA ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിൽ നിന്ന് 8ഓളം മന്ത്രിമാരുണ്ടായിരുന്നല്ലോ. എന്ത് വികസനമാണ് നടപ്പിലാക്കിയത്? റെയിൽവേ വികസനം പറയൂ. കൊടിക്കുന്നിൽ സുരേഷ് ഒരു മാസം മുമ്പ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷന്റെ ഫോട്ടോയുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു റിലീസ് കണ്ടു, പ്രസ് റിലീസ്. 2 കോടി രൂപയുടെ വികസനം എന്ന് പറയുന്നത്. ആ വികസനം ഞാൻ ഇവിടെ സൂചിപ്പിച്ച അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസനത്തിൽപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ 37 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഈ 37 റെയിൽവേ സ്റ്റേഷനുകൾ 2014 മുമ്പും ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്ത് വികസനമാണ് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചത്? അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വികസനമാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. വികസനം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കാൻ, രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും അപ്പുറം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വികസനം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്ന ഉറപ്പോട് കൂടിയിട്ട് മാധ്യമ സുഹൃത്തുക്കളെ അറിയാം, നിങ്ങൾ നിരവധി പ്രദേശങ്ങളിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്, പ്രകൃതി ദുരന്തം ഉൾപ്പെടെ. നിങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവരുത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കും. പക്ഷെ നമുക്ക് 2 മാധ്യമ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അവർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ അത് യാഥാർത്ഥ്യമാക്കിയത് ആരാണ് എന്നുകൂടി നിങ്ങൾക്ക് അറിയാമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കലുമല്ല റബ്ബറിന് റബ്ബർ ബോർഡിന്റെ പണി കേരളത്തിൽ മാത്രം റബ്ബർ കർഷകരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ. റബ്ബർ ബോർഡ് ഇവിടെ കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്നു. റബ്ബർ ബോർഡിന്റെ പ്രവർത്തനത്തെ പറ്റിയിട്ട് എങ്ങനെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഒരു പഠനം നടത്തുന്നത് നല്ലതാണ്. അന്ന് ഫീൽഡ് ഓഫീസർമാർ പ്രവർത്തിച്ചിരുന്നു, അവരെന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തിരുന്നു, അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. റബ്ബർ ബോർഡ് റബ്ബറിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ് റബ്ബർ ബോർഡിന്റെ പണി. അത് നോർത്ത് ഈസ്റ്റിലാണോ എവിടെയും റബ്ബർ കൃഷി നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ റബ്ബറിനെ പ്രൊമോട്ട് ചെയ്യുക, അത് അവർ ചെയ്യും. 2, റബ്ബറിന്റെ ഇറക്കുമതി. ഇപ്പൊ ഇവിടെ ആസിയാൻ കരാറിനെ പറ്റിയിട്ടും മറ്റേ ഉദാരവൽക്കരണത്തെ പറ്റിയൊക്കെ പറഞ്ഞു. റബ്ബറിന്റെ ഇറക്കുമതി 2 പോർട്ടുകളിലേക്ക് ചുരുക്കുകയും നാച്ചുറൽ റബ്ബറിനും സിന്തറ്റിക് റബ്ബറിനും 25% ഇറക്കുമതി തീരുവ നിശ്ചയിച്ചതും ഈ ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിലാണ്. ഇപ്പോഴും റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ട് അവർ പഠനം നടത്തുന്നത്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. അതിന്റെ പ്രതിഫലനങ്ങൾ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളെ 250 രൂപ റബ്ബറിന് വിലയാക്കുന്നു നമ്മൾ പറഞ്ഞിട്ടില്ല. 2014 മുമ്പ് ഇവിടെ രാജ്യം ഭരിച്ചിരുന്ന ഗവൺമെന്റുകൾ റബ്ബറിന് വേണ്ടി എന്ത് ചെയ്തിരുന്നു? അന്ന് റബ്ബറിന് വേണ്ടിയിട്ട് മാത്രം പ്രസംഗിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ സമയത്ത് എന്തൊക്കെ ആക്ടിവിറ്റിയാണ് റബ്ബറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്? റബ്ബറുമായി ബന്ധപ്പെട്ട എത്ര സ്ഥാപനങ്ങൾ, വ്യവസായ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? അതിലൂടെ റബ്ബർ പ്രൊമോട്ട് ചെയ്യാൻ പറ്റേ, കർഷകർക്ക് സഹായം ചെയ്യാൻ പറ്റുമല്ലോ. എന്താ ചിന്തിക്കാത്തത്? അത്തരം പ്രചരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊടുത്തുകൊണ്ട് അവരെ വഞ്ചിച്ചു എന്നല്ലാതെ യഥാർത്ഥ റബ്ബർ കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജീവനക്കാരുണ്ടായിരുന്ന റബ്ബർ ബോർഡിൽ ഇന്ന് 370 പേരേ ഉള്ളൂ. അതിനെപ്പറ്റി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? റബ്ബർ ബോർഡില് 1000-ലധികം ജീവനക്കാരുണ്ടായിരുന്നു 15 വർഷം മുമ്പ്. ഇന്ന് 380 പേരേ ഉള്ളൂ.
റബ്ബർ ബോർഡിലെ ജീവനക്കാരുടെ കണക്കിനെ പറ്റിയിട്ട് ഞാനിപ്പോ എനിക്ക് എന്റെ കയ്യിൽ കണക്കുകളില്ല. റബ്ബർ ബോർഡില് സ്ഥിരം ജീവനക്കാർ എത്രയാണ്, താൽക്കാലിക ജീവനക്കാർ എത്രയാണ്, അതിന്റെ ഫീൽഡ് സ്റ്റാഫുകൾ എത്രയാണ്, ഇതിനെ പറ്റിയിട്ടുള്ള യഥാർത്ഥ കണക്കുകൾ എന്റെ കൈവശമില്ല. ആ കണക്കുകൾ വെച്ചിട്ട് ഞാൻ അതിന്റെ മറുപടി പറയാം. എന്തായാലും റബ്ബർ ബോർഡിൽ ഉണ്ടായിരുന്ന തൊഴിലെടുത്തിരുന്നവര്, അതായത് ഫീൽഡ് സ്റ്റാഫ് ഉൾപ്പെടെ ഉള്ളവര് കഴിഞ്ഞ 10 വർഷമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട്. അവരെ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അവർ പോകുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനം അത് അധികം താമസിക്കാതെ തന്നെ കാണാൻ സാധിക്കുമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. റബ്ബർ ബോർഡിലെ ആക്ച്വൽ എത്ര ജോലിക്കാരുണ്ട്, അവരുടെ അതിന്റെ സ്ഥിരം എത്ര, പാർട്ട് ടൈം എത്ര എന്നുള്ളതിനെ പറ്റിയിട്ട്. കാരണം അന്നൊക്കെ ഒരുപാട് പാർട്ട് ടൈം ജോലിക്കാരെ റബ്ബർ ബോർഡിൽ അപ്പോയിന്റ് ചെയ്തിരുന്നു. സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും ബന്ധുക്കാരെയും എല്ലാം റബ്ബർ ബോർഡ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിയമിച്ചത് കൊണ്ടാണ് ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നടപടി റബ്ബർ ബോർഡ് എടുത്തിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ ഈ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് ഞാൻ തരാം. ഞാൻ പറഞ്ഞല്ലോ, റബ്ബർ ബോർഡിൽ 500 പേര് വേണമായിരുന്നു എങ്കിൽ 1500 പേരെ നിയമിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാം റബ്ബർ ബോർഡില് 10,000-കണക്കിന് രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് തൊഴിൽ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു ട്രാൻസ്ഫർ കൊടുത്താൽ പോകാൻ മടി കാണിച്ചുകൊണ്ട് ഈ ജില്ലയിൽ തന്നെ കിടന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് മാറ്റം വരുത്താനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അത് എവിടുന്നാണ്? നമ്മളെ ചെയ്തിരിക്കുന്ന ചീത്ത പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ക്രമക്കേടുകൾ, അതിനെ തിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അത് ഈ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. എന്തിനാണ് ഇവര് തമ്മിൽ പരസ്പരം ഇങ്ങനെ അടികൂടുന്നത്? ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചാൽ പോലെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ എനർജി കളയണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനർജി കളയണ്ട. ഇവിടെ അവരുടെ ജനങ്ങൾക്കറിയാം കേരളത്തിന്റെ നിലപാട് എന്താണ്. അത് പരസ്പരം ആ ഇലക്ഷൻ ടൈമിൽ എൻജോയ് ചെയ്ത് അങ്ങ് പ്രവർത്തിച്ചാൽ മതി. വെറുതെ എനർജി കളയണ്ട എന്ന് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്കറിയാം ഇവിടെ ബിജെപിക്ക് ഒരു സീറ്റ് പോലും ജയിക്കില്ല. അത് ഞാൻ പറഞ്ഞു. ഇവിടെ ഞങ്ങള് ഇലക്ഷനെ നേരിടുന്നത് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് എന്ത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജനങ്ങൾക്ക് ഈ 10 വർഷക്കാലം കൊണ്ട് കൊടുത്തതിന്റെ കണക്കുകൾ വെച്ചിട്ടാണ് ഇലക്ഷനെ നേരിടുന്നത്. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പൊ ഇവിടെ DCC പ്രസിഡന്റ് പറഞ്ഞു കോട്ടയം കോൺഗ്രസിന്റെ ആണ്. ഒന്നുമല്ല, ഇവിടുത്തെ ജനങ്ങളുടെയാണ് കോട്ടയം. അവർ തീരുമാനിക്കട്ടെ ആർ വോട്ട് ചെയ്യണമെന്നുള്ളത്. അവർ തീരുമാനിക്കട്ടെ. ജനങ്ങൾക്ക് ലഭ്യമാക്കിയിരിക്കുന്ന കണക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അതിന് അനുകൂലമായിട്ട് ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് മാധ്യമങ്ങൾ സഹായിക്കണം. ഞാനീ പറഞ്ഞ സാധനം റിപ്പോർട്ട് ചെയ്യുന്ന ആളെ BJP പേപ്പർ തരാം, നാളെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? നരേന്ദ്രമോദിയെ കയ്യിൽ തരുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ വിഹിതമാണ് സ്റ്റേറ്റിൽ തരേണ്ടത്. അത് ബിജെപിയുടെ പേപ്പർ തരാം. നാളെ ഇത് ജില്ലാ പൂർണ്ണമായി കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങൾ പറഞ്ഞ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാ. അത് ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പിലാക്കണം. കേരളത്തിന് കൊടുത്ത ഫണ്ടിന്റെ കണക്കുകളാണ് സർക്കാരിന്റെ ഒരു സർക്കാരിന്റെ ഇത് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് എങ്ങനെ വിനിയോഗിക്കണം? പ്ലാൻ ബി പോലെ വരുന്ന പണം കൃത്യമായി വിനിയോഗിക്കാൻ പഠിച്ചിട്ട് വേണം പ്ലാൻ ബിയിലോട്ടൊക്കെ പോവാൻ. ഞാൻ അതിലേക്ക് വിശദീകരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സർക്കാരിന്റെ BC ജോർജ് മാത്രം ഒത്തിരി പേര് ഇനിയും വരും. തൊഴിലുറപ്പ് പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലുറപ്പ് പദ്ധതിക്ക് 2019 നരേന്ദ്രമോദി കൊടുത്തത് 85,470 കോടി രൂപ. തൊഴിലുറപ്പ് പദ്ധതി UPA ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ്. ഞങ്ങളുടെ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. കണക്കാണ് ആരുണ്ടെന്ന് ഞങ്ങളുടെ സർക്കാർ തൊഴിലുറപ്പോ തൊഴിലുറപ്പ് നിങ്ങളുടെ കൂടെയായിരുന്നു. അല്ലല്ല, തൊഴിലുറപ്പ് കൊണ്ടുവന്നത് UPA ഗവൺമെന്റാ. UPA ഗവൺമെന്റ് കൊണ്ടുവന്നത് വാജ്പേയി ഒന്നുമല്ല. തൊഴിലുറപ്പ് 66,387 കോടി രൂപ. അല്ല, എനിക്ക് മനസ്സിലായില്ലേ പറയുന്നത്? നിങ്ങളുടെ പദ്ധതി കേരളം ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇവിടെ കൊടുക്കുന്നു. അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല. നിങ്ങൾ കൊടുക്കാൻ ബാധ്യതയുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾ കേന്ദ്രാവിഷ്കൃത പദ്ധതി ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കേന്ദ്രം മുറുക്കുന്നു എന്ന് പറയല്ലേ. ഈ കൊടുക്കുന്ന പണം എന്തുകൊണ്ട് താഴോട്ട് എത്തുന്നില്ല എന്ന് പറയണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 521 കോടി രൂപ ചോദിച്ചു. കൊടുത്തത് 602 കോടി രൂപ. ആദ്യ ഗഡു കൈമാറി. രണ്ടാം ഗഡുവിനുള്ള അപേക്ഷ ഇതുവരെ കൊടുത്തിട്ടില്ല.
കൊടുക്കാതെ എങ്ങനെ പണം കൊടുക്കും? UGC-ക്കാരുടെ ശമ്പളം കൊടുക്കുന്നതിന്റെ പൈസയോ? അതാണ് പറഞ്ഞത്. ആ പണത്തിന് ശുപാർശ സമർപ്പിക്കാൻ 2022 മാർച്ച് 31 വരെ സമയമുണ്ടായിരുന്നു. 2 തവണ നീട്ടിക്കൊടുത്തു. ഇതുവരെ ട്രെയിനുമില്ല, സ്വകാര്യ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. പുതിയ വന്ദേ ഭാരത് ഒക്കെ വന്നോണ്ടിരിക്കുക. വിൽക്കാൻ പോവാൻ ജനങ്ങളെ പറയാൻ PC തോമസിനെ ഇവിടുന്ന് കെട്ടിയിറക്കിയത്. PC തോമസിനെ കെട്ടിയിറക്കിയതല്ലോ. PC തോമസ് എന്റെ അറിവ് ശരിയാണെങ്കിൽ 6 തവണ MP ആയിരുന്നു. PC തോമസ് NDA മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. INDAയുടെ ആദ്യ യോഗം നടന്നത് എവിടെയായിരുന്നു? ബീഹാറിലായിരുന്നു. മുന്നണി മാറിയില്ലേ? മുന്നണി രാഷ്ട്രീയത്തില് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ പാർട്ടിക്ക് അനുകൂലമായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും. അതിന് ഇവിടെ തന്നെ CPI-യും CPM-ഉം 2 മുന്നണിയിലായിരുന്നു എന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയത്തിലെ മുന്നണി മാറ്റങ്ങള് സ്വാഭാവികമാണ്. പിന്നെ ഒരു മണ്ഡലത്തിൽ ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ബൂത്ത് തലം മുതൽ എടുത്തു കഴിഞ്ഞാൽ 1000കണക്കിന് പ്രവർത്തകരുണ്ട്. ഇവർക്കെല്ലാവരും സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി സാധിക്കില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റു പല ഘടകങ്ങളും നോക്കിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അഖിലേന്ത്യാ നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുന്ന കാര്യമാണ്. ഒന്നുമല്ലോ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആര് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ചരിത്രമേ അവർക്കുള്ളൂ. എനിക്ക് ഇവിടെ എനിക്ക് പലർക്കും 30,000 കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 15,000 ചേട്ടന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചേട്ടന്റെ വീട്ടിൽ പെൻഷനോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ കിട്ടും. നിങ്ങൾക്കാർക്കെങ്കിലും ഗവൺമെന്റിന് കൃത്യമായ ഇതുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അവർക്ക് പണം കൊടുക്കണം. അവരുടെ വീട്ടില് ഇൻകം ടാക്സ് അടയ്ക്കുന്നതോ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്നതോ സർക്കാർ ജോലി ഇല്ലാത്ത ആർക്കെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി, ഞാൻ ലഭ്യമാക്കി തരാം. ചേട്ടൻ അപേക്ഷ കൊടുക്കണം. അടുത്ത ഒരു ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൽ പോയി കിസാൻ സമ്മാൻ നിധി പ്രകാരം അപേക്ഷ കൊടുക്കുക. എന്നിട്ട് ലഭ്യമാകുന്നില്ലെങ്കിൽ ചേട്ടൻ നമുക്ക് സംസാരിക്കാം. BJP മുന്നോട്ട് വയ്ക്കുന്ന വികസനം മാത്രമാണ്. വികസനം, മറ്റൊന്നും പറയുന്നില്ല. വികസനം, കഴിഞ്ഞ 10 വർഷത്തെ മോദി ഗവൺമെന്റിന്റെ വികസനം, അതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ പോരെ? ഞാൻ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്, ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ കൺവീനറാണ്. ഞാൻ ഇതിനെ പറ്റിയാണ്, ഞാൻ ആഗോളവൽക്കരണത്തെ പറ്റി പറയുന്നില്ല. ഞാൻ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കിട്ടിയ വികസനങ്ങളാണ് പറഞ്ഞത്. അത് നോക്കി ഈ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്നോണോ BJPയുടെ സാധ്യതയെ പറ്റിയാണല്ലോ ചേട്ടാ ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞത്. ഇവിടെ ഞങ്ങള് മുന്നോട്ട് വെക്കുന്നത് വികസന രാഷ്ട്രീയമാണ്. വികസനം യാഥാർത്ഥ്യമാക്കിയ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഞാൻ ഇത്തവണ കേരളത്തിലെ ജനങ്ങള് BJPക്ക് ഒപ്പം നിൽക്കും. തരാൻ തയ്യാറാണോ നിങ്ങളെല്ലാവരും? ഞാൻ ചോദിച്ചല്ലോ, മാധ്യമ പ്രവർത്തകര് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്ത് ജനങ്ങളെ ബോധവൽക്കരിച്ചാൽ കോട്ടയം ഞങ്ങൾ എടുക്കും.